ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. നമുക്ക് തിരുവചനം കാതോർക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യം. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. എൻ്റെ കൈകളെ കാണുക. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം സംശയാലുവായ തോമാശ്ലീഹായുടെ അടുക്കൽ ചെന്നു. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ നിന്റെ കണ്ണ് തുറന്ന് എൻ്റെ കയ്യിലെ ആണിപ്പഴുതുകൾ കാണുക, എൻ്റെ കൈകളെ കാണുക. അത് കണ്ട മാത്രയിൽ തോമാശ്ലീഹ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തി. ദി ഷോർട്ടസ്റ്റ് ആൻഡ് ദി സ്ട്രോങ്ങസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അപ്പോൾ നാം ഓർക്കും, തോമാശ്ലീഹ സ്വന്തം കണ്ണുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെയും കൈകളിലെ ആണിപ്പഴുതും തുറക്കപ്പെട്ട തിരുവിലാവും കണ്ടു. നാമോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നാമാണ് ഭാഗ്യവാന്മാർ. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിക്കുന്നു. ഞാനും ആ വിശ്വാസമാണ് ഏറ്റുപറയുന്നത്. തോമാശ്ലീഹ കണ്ട അതേ കർത്താവിനെ കൃപയാൽ പാവപ്പെട്ട അടിയൻ്റെയും ഹൃദയ കണ്ണുകൾ തുറന്ന് കാണുവാനും വിശ്വസിക്കുവാനും ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും ഭാഗ്യം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ്. ഫോർ മീ, ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്, റിസൺ ജീസസ് ക്രൈസ്റ്റ് ഇസ് എ ലിവിങ് റിയാലിറ്റി. അവൻ്റെ തിരുവിലാവ് ഇന്നും തുറന്ന് തിരുരക്തം വാർന്നു വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവരക്തം, ആ രക്തത്തിൻ്റെ ശക്തിയാലല്ലേ കഴുകപ്പെട്ടവനായ അടിയനോട് നിൽക്കുന്നത്. അവൻ്റെ കൈകളിൽ ഇന്നും ആണിപ്പഴുതുകൊണ്ട് രക്തം തുടിച്ചു നിൽക്കുന്നുണ്ട്. ആ കൈയല്ലേ ഇന്ന് നമ്മുടെ തലമേൽ വെച്ച് അനുഗ്രഹിക്കാൻ പോകുന്നത്. വചനം യേശുവാണ്. ഈ യേശുവിൻ്റെ രക്തം പുരണ്ട വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവൻ്റെ മുറിപ്പാടുകളിലേക്കാണ്. യേശുവിൻ്റെ കൈകളെ കാണുക. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം സർവശക്തനായ ദൈവത്തിൻ്റെ കൈകൾ. ദൈവത്തിൻ്റെ കൈകൾ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതാണ്, എന്തെല്ലാം വീരപ്രവൃത്തികൾ ചെയ്ത കൈകളാണ്. ആ കൈകൾ ഇന്നും സജീവമാണ്, ചലിക്കുന്ന കരങ്ങളാണ്. ഉത്ഥിതനായ യേശു തോമാശ്ലീഹയോട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം അത് സൃഷ്ടി നടത്തിയ കരങ്ങളാണ്. സൃഷ്ടി നടത്തിയതായ കരങ്ങൾ വായിക്കാം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്, ആ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ബാക്കിയുള്ള സൃഷ്ടിജാലങ്ങളെ എല്ലാം ഉണ്ടാകട്ടെ എന്ന് വചനം നൽകിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം കരുണയാൽ മനുഷ്യനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയല്ല ചെയ്ത്, ഉണ്ടാക്കുകയാണ് ചെയ്തത്. സ്വന്തം കൈകൊണ്ട് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്തു. യെശയ്യാപ്രവാചകൻ എന്താണ് പറയുന്നത്? 48-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. 48-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യെശയ്യാപ്രവാചകൻ പറയുന്നു, എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എൻ്റെ കൈയാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. വായിക്കാം. എൻ്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. സർവശക്തനായ ദൈവം സർവ സൃഷ്ടികളുടെയും സൃഷ്ടാവാണ്. നന്ദിയോടെ സ്തോത്രം. സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി സർവചരാചരങ്ങളെയും നിർമ്മിച്ചു വചനത്താൽ. എല്ലാത്തിനെയും ദൈവം ഒന്ന് നോക്കി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം.
താൻ ഉണ്ടാക്കിയ സകലതിനെയും ദൈവം സ്വന്തം കണ്ണുകൊണ്ട് നോക്കി കണ്ടു. എന്തു പറഞ്ഞു? താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, ആ. അത് എത്രയും നല്ലത് എന്ന് കണ്ടു. എത്രയും നല്ലത് എന്ന് കണ്ടു. ദൈവമല്ലേ ഉണ്ടാക്കിയത്, ദൈവമല്ലേ സൃഷ്ടിച്ചത്. എത്രയും നല്ലത് എന്ന് ഉള്ളം സന്തോഷിച്ച് തൃപ്തിയോടെ പറഞ്ഞു. പക്ഷെ അല്പം വേദനയോടെ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ 6-ാം അധ്യായത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില വേദനയുടെ രംഗങ്ങൾ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിച്ച്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി, എണ്ണം വർദ്ധിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ പെരുകിയതായ വേദനയുടെ ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. വലിയതും ദോഷമുള്ളതുമായ ഒരു വളർച്ചയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ദുഃഖിച്ചു. തുടർന്ന് താഴേക്ക് വായിച്ച്. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അയ്യോ, അത് വേണമായിരുന്നു. നല്ലത് എന്ന് കണ്ടതാണ്. സഹോദരി സഹോദരന്മാരെ, നാം അതിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഊതി ജീവൻ പകർന്നു തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേൾക്കുന്ന നിങ്ങളും അങ്ങനെ തന്നെ. ദൈവം നമ്മെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് സന്തോഷത്തോടെ കണ്ട അഭിപ്രായം പറഞ്ഞതാണ്. ആ കണ്ണ് ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? വിശുദ്ധിയും തേജസ്സും വർദ്ധിച്ചു എന്നാണ് പറയുന്നത്, ദുഷ്ടത പെരുകി എന്നാണ് പറയുന്നത്. നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ. എന്നാൽ തേജോമയനായ ദൈവം കരുണ നിറഞ്ഞ ദൈവമാണ്. ചീത്തയായി പോയ വഷളായി പോയതായ ആ മനുഷ്യവർഗത്തെ നശിപ്പിക്കുകയല്ലേ ചെയ്ത്. ഹി മേഡ് ഇറ്റ് അഗെയിൻ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് മെനയുന്ന സമയത്ത് ചീത്തയായി പോയപ്പോൾ ഇഷ്ടം പോലെ മണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. ചീത്തയായി പോയത് തള്ളിക്കളഞ്ഞിട്ട് വേറെ എടുക്കാമെന്നല്ല വിചാരിച്ചത്. അതേ മണ്ണ് വീണ്ടും കുഴച്ച് മനോഹരമായ ഒരു പാത്രമാക്കി തീർത്തു. ഏശയ്യ 64 കൂടി എടുക്കാവോ? ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ചീത്തയായി പോയ ആളത്വത്തെ കൈമാറുക. കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടും മെനയും. അവൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആണിപ്പടുത്തുള്ള കരങ്ങളിൽ പച്ചരക്തം നനഞ്ഞിരിക്കുന്നുണ്ട്. ആ രക്തം ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സമൂലം വിശുദ്ധമാകും. അതിനാണ് ഈ വചന ശുശ്രൂഷ. അതിനാണ് സൃഷ്ടാവായ ദൈവം നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശദാംശത്തിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ കണ്ണുനീരോടെ പറയും, ഞാൻ ചീത്തയായി പോയി, എന്നെ എറിഞ്ഞു കളയരുതേ, എന്നെ തള്ളിക്കളയരുതേ, തിരുത്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് വീണ്ടും മെനയണമേ. നന്ദിയോടെ സ്തോത്രം. ഹീ മേഡ് ഇറ്റ് അഗെയിൻ. സൃഷ്ടി നടത്തിയതായ കരം, വീണ്ടും മെനയുന്നതായ കരം. രണ്ടാമതേതാണ്? സങ്കീർത്തനം 22:16 എടുത്ത് ആ കരം ഒത്തിക്കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് 22-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ദൈവമക്കളെ, അരുമനാഥന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങൾ, രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിന് സ്തോത്രം കൈകളിലും കാലുകളിലും ആണികൾ അടിച്ച് മരക്കുരിശിൽ തൂക്കിയിട്ടു. എനിക്ക് രക്ഷയൊരുക്കുകയായിരുന്നു. എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി തുളയ്ക്കപ്പെട്ട കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരം, വീണ്ടെടുത്ത കരം, രക്തം വാർന്നൊലിക്കുന്ന കരം, സമർപ്പണങ്ങൾ ഏറ്റെടുക്കുന്ന കരം, നന്ദിയോടെ അശുദ്ധനെ വിശുദ്ധീകരിക്കുന്ന കരം. ദൈവമക്കളെ, ആ കരം ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഉയർത്തുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ഭയവിഹുലരായി വാതിലടച്ച് മാളിക മുറിക്കകത്ത് വെപ്രാളത്തോടെ ഇരുന്ന് ശിഷ്യന്മാരുടെ നടുക്ക് ചെന്ന് കരങ്ങൾ ഉയർത്തി അനുഗ്രഹത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ കരത്തിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ? നന്ദിയോടെ സ്തോത്രം. ആ കരം രക്തം നനഞ്ഞ കരമാണ്.
അതൊരിക്കലും ഉണങ്ങുന്നതായ ആ ഒരു ആണിപ്പഴുതല്ല. കാരണം എപ്പോഴും പാപം മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് രക്തവും ആവശ്യമാണ്. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ പിന്മാറ്റത്തിലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു അവരോട് ചേർന്ന് നടന്നു. ഉള്ളം കത്തുവാൻ തക്കോണം വചനം കൊടുത്തു. അവർ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവരുടെ ആന്തരിക നയനങ്ങൾ അടഞ്ഞിരിക്കുകയായിരുന്നു. നിരാശയോടെ പിന്മാറിപ്പോവുകയായിരുന്നു. എന്നാൽ കർത്താവായി യേശു ക്രിസ്തു ഭക്ഷണമെടുത്ത് വാഴ്ത്തുന്ന സമയത്ത് പൊന്നു കർത്താവിൻ്റെ ഉണങ്ങാത്ത മുറിവ് കണ്ടു. നന്ദി, അവരുടെ കണ്ണു തുറന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെവിടെ നിന്ന് നിരാശയോടെ പുറപ്പെട്ടു പോന്നു, അങ്ങോട്ട് കർത്താവായി യേശു ഉയർത്തുന്നേറ്റു എന്നുള്ള സാക്ഷ്യവചനവുമായി മടങ്ങിപ്പോയി. ഇന്ന് നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കും? നിങ്ങളുടെ കണ്ണുകൾ ആ തിരുവിലാവിലേക്ക് ഒന്ന് ഉയർത്താമോ? ആ കരങ്ങളിലേക്ക് ഒന്ന് നോക്കാമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഹായെ പോലെ വിശ്വാസ പ്രഖ്യാപനം നടത്താമോ? ഒന്ന്, സൃഷ്ടി നടത്തിയ കരം, ദൈവത്തിന് സ്തോത്രം. 2, ആണിപ്പെടുത്തുള്ള കരം. സക്കറിയ പ്രവാചകൻ 13:6 പറഞ്ഞു, ഈ കൈകളിൽ കാണുന്ന മുറിവുകൾ എവിടെന്നാ? വായിച്ചേ. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, അവന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നുവെന്ന് ഉത്തരം പറയും. അത് യഹൂദന്മാർ കുത്തി തുറന്നതല്ല. എൻ്റെ പാപമാകുന്ന കാരിരുമ്പാണികൾ അടിച്ച് തുളഞ്ഞതായ കരങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എനിക്ക് തന്ന മുറിവുകളാണ് ഇപ്പോൾ ഉണങ്ങാതെ രക്തമാർന്ന് വലിച്ചതായ ആണിപ്പഴുത്. ദൈവമക്കളെ, ദൈവത്തെ ഇനി മുറിവുണ്ടാക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ആണികൾ ഊരണം കേട്ടോ, എണ്ണ പകരണം കേട്ടോ, വിശുദ്ധ ജീവിതം നയിക്കണം കേട്ടോ, ദൈവത്തിന് ആശ്വാസം നൽകണം, ദൈവത്തിൻ്റെ മഹത്വം. 3-ാമത്തേതായ കരം എന്താണ്? ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ച്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടർത്തി അത്ഭുതകരമായ മരുഭൂമിയിൽ കൂടി പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നടത്തി. അതിന് പിന്നിൽ എന്താണ് ഉണ്ടായിരുന്നത്? വായിച്ച്. നിന്റെ ബലമുള്ള കൈയും, നിന്റെ ബലമുള്ള കൈയും നീട്ടിയ ഭുജവും, നീട്ടിയ ഭുജവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനതിന് പറയുന്നത് പരിപാലിച്ച് നടത്തുന്ന കരം, പരിപാലിച്ച് നടത്തുന്ന കരം. സങ്കീർത്തനക്കാരൻ 104-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പരിപാലിച്ച് നടത്തുന്ന ഒരു കരം. ഹല്ലേലൂയ. ആണിപ്പഴുതുള്ള വീണ്ടെടുത്ത കരം നമ്മൾ കണ്ടു. വീണ്ടെടുത്ത ശേഷം കർത്താവായി യേശു ക്രിസ്തു നമ്മെ വിട്ടേച്ച് പോവുകയല്ല. ആ ബലമുള്ള കരം, നീട്ടിയായ ഭുജം. എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്താണ് സ്വർഗകനാലിൽ എത്താൻ സാധ്യമാകുകയുള്ളൂ. ചെങ്കടലില്ലേ, മരുഭൂ പ്രയാണമില്ലേ, എന്തെല്ലാം അതിജീവിച്ച് മുന്നേറിയാൽ മാത്രമേ സ്വർഗീയ യെരൂശലേമിൽ എത്തുകയുള്ളൂ. ആ ശക്തിയുള്ളതായ ഒരു കരമില്ലാതെ നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാനായിട്ട് സാധ്യമാകുകയില്ല. ആ വടി നീട്ടിയത് മോശയാണ്, പക്ഷെ അതിന് പിന്നിൽ വ്യാപരിച്ചതായ കരം അരുമനാഥന്റെ ബലമുള്ള കരവും നീട്ടിയ ഭുജവുമാണ്. 104-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം വായിച്ച്. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തൃക്കൈ തുറക്കുമ്പോൾ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ മക്കളല്ലേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാനും നന്ദിയോടെ കാൽക്കൽ വീണ് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നടത്തിയ വിധങ്ങളോർത്താൽ കൈ നിറയെ വാരിക്കോരി തന്നു, അപകടങ്ങളിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. നന്ദിയോടെ സ്തോത്രം. ആപത്തുകൾ വന്നപ്പോൾ തടഞ്ഞു. ആഴമുള്ള കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ വൃത്തികെട്ടതായ ദുർഗന്ധം അമിക്കുന്ന ജീവിതം നയിച്ച് പന്നിയെ പോലെ കിടന്നപ്പോൾ ആർക്കും കരുണ തോന്നിയില്ല. പ്രാണപ്രിയനായ പൊന്നു കർത്താവിൻ്റെ തേജസ്സേറി വിശുദ്ധ ആണിപ്പെടുതലകാരൻ താണിറങ്ങി വന്നു. പാവപ്പെട്ട അടിയനെ ആ ചീഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി, അല്ല പാറമേൽ നിർത്തി. പോരാ, വചനം തന്ന് ഗവനത്തെ സ്ഥിരമാക്കി മുന്നോട്ട് പോകുന്നു. പോര കർത്താവേ, സ്വർഗവീട്ടിലെത്തോളം ഈ കരം എന്നെ വിടരുത്. യൂദായുടെ ലേഖനത്തിൽ അത് പറയില്ല, വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ച് മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ളതായ കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരം ഇന്നും സജീവമാണല്ലോ. ആ കരം ഇന്നും ശക്തിയുള്ളതാണല്ലോ. ആ കരം ഇന്നും താങ്ങുന്ന കരമാണല്ലോ. എത്രയോ പ്രാവശ്യം ആ പൊന്നുകരം എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് തുടച്ചു. നന്ദിയോടെ സ്തോത്രം. ശമരിയക്കാരൻ്റെ ഉമയിൽ വഴിയാത്രക്കാരൻ
അർത്ഥപ്രാണനായി അവിടെ റോഡരികിൽ കിടക്കുകയാണ്. ആർക്കും കനിവ് തോന്നിയില്ല, ഒരു കണ്ണിനും കനിവ് തോന്നാതെ എല്ലാവരും മാറിപ്പോയ സമയത്ത് നല്ല ശമരിയക്കാരൻ മന്നം ആ സ്നേഹത്തിൻ്റെ കാരടുകൾ എടുത്തു വെച്ച് അടുത്ത് വന്നിരുന്ന് എണ്ണ പകർന്ന് മുറിവുകൾ കിട്ടിയത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെൻ്റെ മുറിവുകളല്ലേ കിട്ടിയത്, എൻ്റെ വേദനയല്ലേ ഒപ്പിയെടുത്തത്. ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പരിപാലിച്ച് നടത്തുന്ന കരം. ദൈവമക്കളെ, ആ കരം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കരങ്ങളിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ? അത് പരിശുദ്ധമായ ആണിപ്പഴുതുള്ള കരമല്ലേ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം തോന്നും. അതെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ച്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ. അത് ഇങ്ങ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. ഇവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. ജനത്തെ കണ്ട് അവർ പല ദിവസമായല്ലോ പട്ടിണി ഇരിക്കുന്നു എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. എന്ത് ചെയ്യാനാണ്? പാവപ്പെട്ട ശിഷ്യന്മാരുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല, ആരുടെ കയ്യിൽ ആഹാരപ്പൊതികളുമില്ല. അപ്പോൾ പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരു അല്പം മാത്രം ഈ ബാലകൻ്റെ കയ്യിൽ ഒരു ചെറിയ പൊതി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ബ്രിങ് വാട്ട് യു ഹാവ്. അതിങ്ങു കൊണ്ടുവരുവീൻ. വായിച്ചേ. അത് ഇങ്ങ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ കയ്യിൽ അത് കിട്ടി. 5 അപ്പവും 2 മീനും ബാലകന്റെ കയ്യിലായിരുന്നത് ഇപ്പോൾ അരുമനാഥന്റെ കൈകളിലേക്ക് അങ്ങോട്ട് കൈമാറിക്കൊടുത്തു. അത് കിട്ടിയ വഴി യേശു പറഞ്ഞു, അങ്ങ് ഇരുത്തിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം എന്നാ നിങ്ങൾക്കറിയാമോ? ദാറ്റ് ലിറ്റിൽ ഈസ് മച്ച് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദാറ്റ് വെരി ലിറ്റിൽ ഈസ് മച്ച് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ജീസസ്. ആരുടെയും നോട്ടത്തിലൊന്നുമല്ല. ഒരു കൊച്ചിന് മാത്രം തിന്നാൻ വകയുള്ള ആ ഉണക്കപ്പം 5 അപ്പവും 2 ഉണക്കമീനും അതിങ്ങ് കൊണ്ടുവന്നാലും മതി. ഇപ്പോൾ എത്തിയിരിക്കുന്ന അരുമനാഥൻ്റെ കരങ്ങളിലാണ്. 1000-കണക്കിന് ആളുകൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പന്തിയായി വിശപ്പോടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. വായിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാര് വിറയലോടെ അത് ജനത്തിന് വിളമ്പി കൊടുത്തു. അടുത്ത വാക്യം. എല്ലാവരും തിന്ന് തൃപ്തരായി. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഈ ഒരു സ്വർഗീയ വാഴ്വ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കണം. യേശു വന്നിട്ടുണ്ട്. ഞാൻ വാച്യാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഞാൻ അറിയാവുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള വാഴ്ത്താൻ കൊള്ളാവുന്ന കരങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടാണ് പറയുന്നത്. ഇത് എഴുതി കൊടുത്ത ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ആരെല്ലാം നിർണായകമായൊരു സമർപ്പണം ഇപ്പോൾ എടുക്കുന്നുണ്ട്. ദൈവം കണ്ട മക്കളാണ്, സമർപ്പണം എടുക്കാൻ കണ്ട മക്കളാണ്. ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന കരം താണിറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അല്പം അനുഭവിച്ചുകൊണ്ടും രുചിച്ചുകൊണ്ടും പറയട്ടെ, കൊടുത്തു നോക്കിയേച്ചാ നിങ്ങളോട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. കൊടുക്കാൻ കൊള്ളാവുന്ന, ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന 2 കരത്തിൻ്റെ തലോടലും വാഴ്ത്തിയതായ അനുഭവങ്ങളും രുചിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. വൃത്തികെട്ടതായ ജീവിതമായിരുന്നു, കൊള്ളില്ലാത്ത ജീവിതമായിരുന്നു, എല്ലാം തിന്ന് ചവച്ചിട്ടതായ ഉച്ഛിഷ്ടമായിരുന്നു. എങ്കിലും ആരും ഏറ്റെടുക്കാൻ മടിക്കുന്ന, ദുർഗന്ധം അമിക്കുന്നതായ ഈ ജീവിതത്തിൻ്റെ ഈ അവശേഷിപ്പിനെ അരുമനാഥൻ്റെ ഏറ്റവും പരിശുദ്ധവും പുണ്യപ്പെട്ടതുമായ കാര്യങ്ങളിലേക്ക് കൈമാറിയപ്പോൾ അരുമനാഥൻ രക്തമൊന്ന് തൊട്ടാൽ മതിയല്ലോ, അത് പൊന്നായി, അത് വികസിക്കാൻ തുടങ്ങി, അത് വാഴ്ത്താൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി, അത് വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചിലർക്കെല്ലാം ദൈവത്തിന് സ്തോത്രം ഈ രക്തം പുരണ്ടതായ വചനം കൊടുത്ത് അനുഗ്രഹം പകർന്നു കൊടുക്കാനായിട്ട് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ആരെല്ലാം കൊടുത്തു എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ആരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. വാഴ്ത്താൻ കണ്ട സമയമാകട്ടോ, വാഴ്ത്തി മേടിച്ചുകൊണ്ടോ ഇവിടുന്ന് ഇറങ്ങാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അരുമനാഥൻ വാഴ്ത്തിയാൽ നിന്നിൽ നിന്നുകൊണ്ട് അനേകർക്ക് തൃപ്തി വരുത്താനായിട്ട് സാധിക്കും. ശത്രു ലജ്ജിക്കട്ടെ. ഒരു കാര്യം കൂടി നിങ്ങളോട് വ്യക്തമായിട്ട് പറയാനായിട്ടുണ്ട്. കരം ഇപ്പോൾ നിങ്ങളുടെ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കാൻ. ഹൃദയം കർത്താവിന് വായിച്ച് വെളിപ്പാട് 3:20 വായിച്ചു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഒരു വാക്ക് മാത്രം. കർത്താവ് കെഞ്ചുക കേട്ടോ മക്കളെ. കർത്താവ് കെഞ്ചുകയാണ്. സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ യേശു കെഞ്ചുകയാണ്.
നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അതിനകത്ത് മുഴുവൻ ഇരുട്ടായിക്കൊള്ളട്ടെ, അതിനകത്ത് മുഴുവൻ പൈശാചിക ബാധയായിക്കൊള്ളട്ടെ, ഏത് കേടും ഏത് പാപവും വന്ന് അശുദ്ധമായി തീർന്ന ആളത്വമായിക്കൊള്ളട്ടെ, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അകത്ത് നിന്ന് ആ സാക്ഷ ഓടാമ്പലങ്ങ് മാറ്റി വെച്ചും, കർത്താവേ, ഈ വൃത്തികെട്ട ഹൃദയം നിനക്ക് മതിയെങ്കിൽ അത് നിനക്ക് വേണ്ടി മലർക്ക് തുറന്ന് തരുവാണെന്നൊരു വാക്ക് പറയാമോ? പാവപ്പെട്ട അടിയൻ ഈ വചനം കേട്ടപ്പോൾ ഈ വൃത്തികെട്ട ചങ്ക് നിനക്ക് മതിയെങ്കിൽ അത് നിനക്ക് വേണ്ടി തുറക്കുകയാണെന്ന് പറഞ്ഞ് തുറന്നതും, അരുമനാഥൻ്റെ ആണിപ്പടുത്തുള്ള പരിശുദ്ധ കാൽപാദം എടുത്തു വെച്ച് അകത്തേക്ക് വന്നതും, ഇന്ന് ഈ ചങ്കിനകത്ത് അവൻ ഇരുന്ന് എന്നെ അനുഗ്രഹത്തോടെ നടത്തുന്നതും രുചിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. യാതൊരു ചില അറിവുകളെ പറയുകയല്ല, അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ദൈവമക്കളെ നിങ്ങളോട് പറയുന്നത്. യേശുവിനെ ചങ്കിനകത്ത് സ്വീകരിക്കാമോ? യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടിക്കും. നിങ്ങളുടേതായിരിക്കുന്ന പാപപ്രകൃതികൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവികമായ പ്രകൃതി നിങ്ങൾക്ക് കിട്ടും. ഒരു സത്യം നിങ്ങളോട് പറയാം, ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറക്കുന്നില്ല എങ്കിൽ അത് മറ്റൊരു കാര്യമായി മാറാൻ പോവുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24 വാക്യം വായിച്ച്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 24 വാക്യങ്ങൾ. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്തെഴുതിച്ചു. കൈപ്പത്തി അയച്ച് ബെൽഷസ്സർ രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. ഈ എഴുത്ത് എഴുതിച്ചു. എന്താണത്? എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഈ ആണിപ്പെടുതല കരം, ഈ വാഴ്ത്തുന്ന കരം, ഈ കണ്ണുനീർ തുടയ്ക്കുന്ന കരം, ദൈവം ഈ വാതുക്കൾ കെഞ്ചി മുട്ടുന്ന ആയ കരം, അത് ന്യായവിധി കുറിക്കുന്ന കരമാണ്. അത് തൂക്കി നോക്കുന്ന കരമാണ്. അത് നിന്റെ ജീവിതത്തെ അളന്നു നോക്കുന്ന കരമാണ്. സ്വർഗത്തിന്റെ താക്കോലെന്തുന്ന കരമാണ്. നിനക്ക് എവിടെ പോകണം? ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കുമോ? നിങ്ങളുടെ ചീത്തയായി പോയതായ ജീവിതം മുഴുവൻ അരുമനാഥന്റെ കൈകളിലേക്ക് കൈമാറുമോ? കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ചങ്ക് നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. എന്നെ നീ അധികാരത്തോടെ ഭരിക്കണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ന്യായവിധി ദിവസത്തിൽ ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ടു പോകാൻ ഇടവരരുതേ. കാൽവരിൽ തുളയ്ക്കപ്പെട്ട കരം ഇപ്പോൾ എൻ്റെ തലമേലെന്ന് വെക്കണമേ. ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പാപിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരം എന്നെ വാഴ്ത്തണമേ. സ്വർഗ വീട്ടിലെത്തുന്നവരെയും എന്നെ കാത്ത് പരിപാലിച്ച് വഴി നടത്തണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവമക്കളെ, ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. സ്വർഗം ആവലോടെ നോക്കി നിൽക്കുന്ന സമയമാണ്. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട് ഒരു കുഞ്ഞു പോലും നിത്യ നരകത്തിയിൽ വെന്തെറിയാനായിട്ട് ഇടവരരുത്. ഹാലലൂയ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു തോമാശ്ലീഹയെ വിളിച്ച് കാണിച്ചതുപോലെ നമ്മളെ ഈ മാണിപ്പെടുതല കരം കാണിക്കുകയാണ്. എന്നിട്ട് ആ കരം താണു വന്നിരിക്കുകയാണ്. നിങ്ങളെ അടുക്കിലേക്ക് യാചകനെ പോലെ കെഞ്ചിക്കൊണ്ട കരം ഇതാ നീട്ടപ്പെട്ടിരിക്കുന്നു. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൈമാറാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞാൻ നയിച്ചാൽ, ഞാൻ നിയന്ത്രിച്ചാൽ തെറ്റായി പോകും. എന്നാൽ പരിപൂർണ അധികാരം നീ ഏറ്റെടുക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഇപ്പോൾ സമ്പൂർണ്ണമായി അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് തീരെഴുതിരിക്കുകയാണ്. ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തലവണയ്ക്ക് പ്രാർത്ഥിക്കാൻ കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്ന് കർത്താവേ, ഹാലലൂയ, ഹാലലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ വാതുക്കൽ വന്ന് മുട്ടുന്ന ആ യേശുവേ, നീ വെളിയിൽ നിൽക്കണ്ട, നീ എൻ്റെ ചങ്കിനകത്തേക്ക് കടന്നു വന്നാൽ മതി. കർത്താവേ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഇനി ഒരിക്കലും നിന്നെ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തുകൊള്ളാം. കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. നീ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ. നിത്യത നിന്നോടുകൂടി സ്വർഗരാജ്യത്തിൻ്റെ മടവറയിൽ സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് കഴിയുവാൻ തക്കോണം കൃപ തന്ന് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.